നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എൻസോ ഫെർണാണ്ടസ് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചെൽസി വിടുന്നു. എവിടെ നിന്നടെ ഓരോ ഫേക്കും കൊണ്ടുവരുന്നു എന്നല്ലേ കമൻ്റ് ഇടാൻ ആൾ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഗാസ്റ്റൻ എഡൂലിൻ്റെ റിപ്പോർട്ടാണ്. ഏത് എഡൂല്? മറ്റേ നമ്മളെ അത് തന്നെ. അന്ന് ഇവിടെ കുറേ പ്രശ്നം ഉണ്ടായില്ലേ, ആരുടെ ഈ എഡൂലൊക്കെ എന്ന് ചോദിച്ച് ഇവിടെ ഒരാൾ വന്നാൽ ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്. മുമ്പ് ഇവിടെ അർജൻറ്റീന കേരളത്തിൽ വരുന്ന പറഞ്ഞ സമയത്ത് വരാൻ സാധ്യതയില്ല എന്ന് ഗാസ്റ്റൻ എഡൂല് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പ്രതികരണമാണത്. അതേ ഗാസ്നഡൂൽ തന്നെ, നമുക്ക് അയാൾ വിശ്വാസമാണെന്നേ. അർജൻറ്റീനയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 99% ശരിയാകാറുണ്ട്. TYC സ്പോർട്സിൻ്റെ ജേർണലിസ്റ്റാണ് ഗാസ്നഡൂൽ. അദ്ദേഹമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് എൻസോ ഫെർണാണ്ടസ് ചെൽസി വിടാൻ, ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ചെൽസി വിടാൻ സാധ്യതയുണ്ട്. എൻസോ ഫെർണാണ്ടസ് ഹാസ് ചാൻസസ് ഓഫ് ലീവിങ് ചെൽസി ഇൻ ദി നെക്സ്റ്റ് യൂറോപ്യൻ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ. നിലവിൽ നമുക്കറിയാം ചെൽസിയിലെ പ്രധാന താരമായിട്ട് അവിടെ വിരാജിക്കുകയാണ് അദ്ദേഹം. ചെൽസി ഇൻകൺസിസ്റ്റൻ്റ് ആണ് ഈ സീസണിൽ, പക്ഷേ എൻസോ മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത്. 2023 ബെൻഫിക്കയിൽ നിന്ന് അദ്ദേഹം ചെൽസിയിലേക്ക് ചേക്കേറിയത്. വേൾഡ് കപ്പ് വിജയത്തിനൊക്കെ തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം എത്തിയത്. അതിനുശേഷം അവരുടെ ടീമിൻ്റെ സുപ്രധാന കളിക്കാരനായിട്ട് അദ്ദേഹം മാറി. പക്ഷേ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തേക്ക് വരുന്ന. അർജന്റീൻ മാധ്യമങ്ങളാണ് ഇത് പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസ്നഡൂലിൻ്റെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. അർജന്റീനയ്ക്ക് വേണ്ടി 38 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചയാളാണ്. അടുത്ത വേൾഡ് കപ്പിലും അവരുടെ മധ്യനിരയിലെ സുപ്രധാന സാന്നിധ്യമായിരിക്കും അദ്ദേഹം. വേൾഡ് കപ്പിന് ശേഷം സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം യൂറോപ്പിലെ തന്നെ മറ്റ് ക്ലബ്ബുകളിലേക്ക് കൂടുമാറും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ. ബാക്കി കാര്യങ്ങൾ കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.